നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ച CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടിക്കും ഒരേപോലെ നിയമക്കുരുക്ക് മുറുകുന്നു. കേസിൽ വീണ തൈക്കണ്ടി ഉടൻ തന്നെ പ്രതിയാകുമെന്ന് ഉറപ്പായതോടെ അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്ക് നീളുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ആവശ്യത്തിലേറെ തെളിവുകൾ EDയുടെ കൈകളിലുണ്ട്. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നത്. CPMന് ഭരണം നഷ്ടമായ പശ്ചാത്തലത്തിൽ കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചനകൾ. CMRL ഉടമ ശശീന്ദ്രൻ കർത്ത EDക്ക് നൽകിയ നിർണായക മൊഴിയാണ് കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കടുത്ത തിരിച്ചടിയായിരിക്കുന്നത്. എക്സാലോജിക് കമ്പനിക്ക് കരാർ നൽകിയതും കോടികൾ കൈമാറിയതും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പവും സ്വാധീനവും കാരണം മാത്രമാണെന്നും കർത്ത അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു സമ്മതിച്ചു. വീണ തൈക്കണ്ടിയോ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയോ CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്നും ശശീന്ദ്രൻ കർത്ത മൊഴി നൽകിയിട്ടുണ്ട്. 2024 ഏപ്രിലിൽ കർത്തയുടെ വീട്ടിൽ വെച്ച് ED നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായക വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. യാതൊരു സേവനവും നൽകാതെ പിണറായി വിജയന്റെ സ്വാധീനം ഉപയോഗിച്ച് പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലാണ് കേസിന്റെ ഗതി മാറ്റിയത്. ശശീന്ദ്രൻ കർത്തയുടെ ഇതേ മൊഴിയുടെ അടിത്തറയിലാണ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടന്നത്. വീണയുടെയും അവരുടെ കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ED മരവിപ്പിച്ചത് ഇതിന്റെ നേരിട്ടുള്ള തുടർച്ചയായാണ്. മരവിപ്പിക്കൽ നടപടികൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. വീണ ടിയുടെ പേരിലുള്ള 16,50,000 രൂപയുടെ നിക്ഷേപങ്ങളാണ് നിലവിൽ ED മരവിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലും വിവിധ കമ്പനികളുടെ പേരിലും നടത്തിയ നിക്ഷേപങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വീണയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15,50,000 രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങളും ED കണ്ടുകെട്ടൽ നടപടിയുടെ ഭാഗമായി മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ പേരിൽ ബാങ്ക് ലോക്കറിലുള്ള മൂല്യമുള്ള വസ്തുക്കൾ അടക്കമുള്ളവയും മരവിപ്പിച്ചവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. പരിശോധന വേളയിൽ വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ 1,37,000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയം വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായ എക്സാലോജിക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 27,585 രൂപ മാത്രമാണ് കണ്ടെത്തിയത്. അക്കൗണ്ടുകളിൽ വലിയ തുക ബാക്കിയായില്ലെങ്കിലും നിക്ഷേപങ്ങളും ലോക്കറുകളും മരവിപ്പിച്ചതിലൂടെ കൃത്യമായ തെളിവുകൾ കൈക്കലാക്കുകയാണ് ED ചെയ്തത്. കേസിലെ പ്രധാന ഘടകമായ CMRL കമ്പനി ഉടമ ശശീന്ദ്രൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 26 കോടി രൂപയുടെ സ്വത്തുക്കളും സാമ്പത്തിക നിക്ഷേപങ്ങളും ED മരവിപ്പിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി പണമിടപാട് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കർത്ത കുടുംബത്തിനെതിരെയുള്ള ഈ കടുത്ത നടപടി. യാതൊരു സേവനവും നൽകാതെ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയത് വഴിവിട്ട രാഷ്ട്രീയ സഹായങ്ങൾ ലഭിക്കാനാണെന്ന EDയുടെ വാദങ്ങൾ ശശീന്ദ്രൻ കർത്തയുടെ മൊഴി പൂർണ്ണ പിന്തുണ നൽകുന്നു. മുമ്പ് ചോദ്യം ചെയ്തപ്പോൾ താൻ നേരിട്ട് ഗൈഡൻസ് നൽകുകയായിരുന്നുവെന്ന് വീണ പറഞ്ഞിരുന്നുവെങ്കിലും ഇതിന് തെളിവായി ഇമെയിലുകളോ മറ്റു രേഖകളോ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും എന്ന നിലയിലായിരുന്നു പണമിടപാട്. കൂടാതെ ശശീന്ദ്രൻ കർത്തയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോണും നൽകിയിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു. ഇത് കേസിൽ വീണയെ പ്രതി ചേർക്കുന്നതിനും പണത്തിന്റെ യഥാർത്ഥ ഉറവിടവും ലക്ഷ്യവും കണ്ടെത്താൻ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിനും EDക്ക് ശക്തമായ നിയമപരമായ അടിത്തറ നൽകുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് കൂടി അംഗീകരിക്കപ്പെടുന്നതോടെ കേസിൽ അടുത്ത ഘട്ട നടപടികളിലേക്ക് ED കടക്കും. വരും ദിവസങ്ങളിൽ വീണ തൈക്കണ്ടിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കങ്ങളും ED തകൃതിയായി നടത്തുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഇപ്പോൾ ശശീന്ദ്രൻ കർത്തയുടെ കൂടി മൊഴി പുറത്തു വരുന്നതോടെ അത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകൾക്കും കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. എന്തിനെ ഈ പണം നൽകി? അതോ ഒരു രാഷ്ട്രീയ ഉന്നതന്റെ ഇടപെടൽ വഴിയാണോ ഈ പണം വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്? അത്
അത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയൻ ആ സമയത്ത് സംഭവിച്ചതിനാൽ തന്നെ അങ്ങോട്ടേക്കുള്ള അന്വേഷണം ഏത് രീതിയിൽ എത്തും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതുതന്നെയാണ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതായാലും ഇപ്പോൾ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഊരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അടുത്ത നിയമ നടപടികളിലേക്ക് ഇനി എന്താണ് ED കടക്കാൻ പോകുന്നത്? ഇനി വീണയെ ഇനിയും ചോദ്യം ചെയ്യാനായിട്ട് സമൻസ് അയക്കുമോ, അതോ ഇനി നേരിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള തെളിവുകൾ EDയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.